29/6/25 പ്രഭാതമുരളി അവ്യക്ത വാഗ്ദാത റിവൈസ് 31/12/2005 മധുബൻ. നവവർഷത്തിൽ തന്റെ പഴയ സംസ്കാരങ്ങളെ യോഗാഗ്നിയിൽ ഭസ്മമാക്കി ബ്രഹ്മബാബയ്ക്ക് സമാനം ത്യാഗത്തിലും തപസ്യയിലും സേവനത്തിലും നമ്പർ 1 ആകൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള മുന്നിൽ ഇരിക്കുന്നവരായാലും ദൂരെ ഇരുന്നുകൊണ്ട് ഹൃദയത്തിന് സമീപമുള്ളവരായാലും സർവർക്കും 3 ആശംസകൾ നൽകുകയാണ്. 1. നവജീവിതത്തിന്റെ ആശംസകൾ. 2. നവയുഗത്തിന്റെ ആശംസകൾ. 3. വർഷത്തിലെ ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ. നിങ്ങളെല്ലാവരും നവവർഷത്തിന്റെ ആശംസകൾ നൽകുന്നതിനും ആശംസകൾ നേടുന്നതിനും വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ സത്യമായ ഹൃദയത്തിലെ സന്തോഷത്തിന്റെ ആശംസകൾ ബ്രാഹ്മണ ആത്മാക്കളായ നിങ്ങൾ എടുക്കുകയും ചെയ്യുന്നു, നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന് മഹത്വമുണ്ട്, വിട നൽകലുമുണ്ട്, ആശംസകളുമുണ്ട്. വിട നൽകലിൻ്റെയും ആശംസകളുടേതുമാണ് സംഗമയുഗം. ഇന്നത്തെ ദിവസത്തെ സംഗമത്തിന്റെ ദിവസം എന്ന് പറയും. സംഗമത്തിന്റെ മഹിമ വളരെ വലുതാണ്. നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട് സംഗമയുഗത്തിന്റെ മഹിമ. കാരണം ഈ കാലത്ത് പഴയതും പുതിയതുമായ വർഷത്തിന്റെ സംഗമത്തെ എത്ര ആർഭാടപൂർവം ആഘോഷിക്കുന്നു. സംഗമയുഗത്തിന്റെ മഹിമ കാരണം തന്നെയാണ് ഈ പഴയതും പുതിയതുമായ വർഷത്തിന്റെ സംഗമത്തിന് മഹിമയുള്ളത്. എവിടെയാണോ 2 നദികൾ ചേരുന്നത്, സംഗമം ഉണ്ടാകുന്നത്, അതിനും മഹിമയുണ്ട്. എവിടെ നദിയുടെയും സാഗരത്തിന്റെയും സംഗമമുണ്ടോ അതിനും മഹിമയുണ്ട്. എന്നാൽ ഏറ്റവും വലിയ മഹിമ ഈ സംഗമയുഗത്തിൻ്റെതാണ്, പുരുഷോത്തമ യുഗത്തിൻ്റെതാണ്. അവിടെ നിങ്ങൾ ബ്രാഹ്മണർ ഭാഗ്യവാന്മാരായ ആത്മാക്കൾ ഇരിക്കുന്നു. ഈ ലഹരി ഉണ്ടല്ലോ. അഥവാ താങ്കളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, താങ്കൾ ഏത് സമയത്തിലേതാണ്? കലിയുഗത്തിലാണോ വസിക്കുന്നത് അതോ സത്യയുഗത്തിലാണോ വസിക്കുന്നത്? അപ്പോൾ ലഹരിയോടെ എന്തു പറയും? നമ്മൾ ഈ സമയം പുരുഷോത്തമ സംഗമയുഗത്തിലാണ് വസിക്കുന്നത്. താങ്കൾ കലിയുഗിയല്ല, സംഗമയുഗിയാണ്. ഈ സംഗമയുഗത്തിന് വിശേഷ മഹിമയുള്ളത് എന്തുകൊണ്ട്? കാരണം ഭഗവാന്റെയും കുട്ടികളുടെയും കൂടിക്കാഴ്ച നടക്കുന്നു, മേള നടക്കുന്നു, കൂടിക്കാഴ്ച ഉണ്ടാകുന്നു. അത് ഒരു യുഗത്തിലും നടക്കുന്നില്ല. അപ്പോൾ മേള ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. താങ്കൾ കൂടിക്കാഴ്ചയുടെ മേള ആഘോഷിക്കുന്നതിനു വേണ്ടി എവിടെ നിന്നെല്ലാം വന്നിരിക്കുകയാണ്? ഡ്രാമയിൽ ആത്മാവായ എൻ്റെ ഇങ്ങനെയുള്ള ഭാഗ്യം അടങ്ങിയിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നുവോ? ആത്മാവിന് പരമാത്മാവുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ബാബയും ഓരോ കുട്ടിയുടെയും ഭാഗ്യത്തെ കണ്ട് ഹർഷിതമാകുന്നു. ആഹാ, ഭാഗ്യവാന്മാരായ കുട്ടികളെ, ആഹാ. തൻ്റെ ഭാഗ്യത്തെ കണ്ട് ഹൃദയത്തിൽ തന്നെ പ്രതി ആഹാ, ഞാൻ, ആഹാ, ആഹാ, എൻ്റെ ഭാഗ്യം, ആഹാ, ആഹാ, എൻ്റെ ബാബ, ആഹാ, ആഹാ, എൻ്റെ ബ്രാഹ്മണ പരിവാരം, ആഹാ. ഈ ആഹാ ആഹാ എന്ന ഗീതം ഓട്ടോമാറ്റിക്കായി ഹൃദയത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇന്ന് ഈ സംഗമത്തിൻ്റെ സമയത്ത് തൻ്റെ ഉള്ളിൽ ചിന്തിച്ചുവോ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് വിട നൽകേണ്ടതെന്ന്? എല്ലാവരും ചിന്തിച്ചോ? സദാകാലത്തേക്ക് വിട നൽകണം. കാരണം സദാകാലത്തേക്ക് വിട നൽകുന്നതിലൂടെ സദാകാലത്തെ ആശംസകൾ ആഘോഷിക്കാൻ സാധിക്കും. താങ്കളുടെ മുഖം കാണുമ്പോൾ ഏതൊരു ആത്മാവ് മുന്നിൽ വന്നാലും അവരും ആശംസകൾ പ്രാപ്തമാക്കി സന്തോഷിക്കും വിധം ആശംസകൾ നൽകൂ. ആരാണോ ഹൃദയപൂർവ്വം ആശംസകൾ നൽകുകയും നേടുകയും ചെയ്യുന്നത് അവർ സദാ എങ്ങനെ കാണപ്പെടും? സംഗമയുഗി ഫരിഷ്ത. എല്ലാവരുടേതും ഈ പുരുഷാർത്ഥമാണല്ലോ. ബ്രാഹ്മൺ സോ ഫരിഷ്ത, ഫരിഷ്ത സോ ദേവത. കാരണം
ബാബയ്ക്ക് എല്ലാ പ്രകാരത്തിലുമുള്ള സങ്കല്പവും ഏതെല്ലാം പ്രവൃത്തിയുടേതോ കർമ്മത്തിൻ്റെയോ ഭാരമുണ്ടോ അത് നൽകിയല്ലോ. ഭാരം നൽകിയോ അതോ അല്പം അവശേഷിക്കുന്നുവോ? കാരണം അല്പമെങ്കിലും ഭാരം ഫരിഷ്തയാകുവാൻ അനുവദിക്കില്ല. ബാബ കുട്ടികളുടെ ഭാരം എടുക്കുവാൻ വന്നിരിക്കുന്നു എന്നിരിക്കെ ഭാരം നൽകുന്നത് പ്രയാസമാണോ അതോ സഹജമാണോ? ഭാരം നൽകി എന്നാര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. നൽകി കഴിഞ്ഞുവോ? നോക്കണം, ചിന്തിച്ച് കൈ ഉയർത്തണം. ഭാരം നൽകി കഴിഞ്ഞോ? ശരി, നൽകി കഴിഞ്ഞുവെങ്കിൽ വളരെയധികം ആശംസകൾ. ആരാണോ നൽകാത്തത് അവർ എന്തിനു വേണ്ടിയാണ് വച്ചിരിക്കുന്നത്? ഭാരത്തോട് പ്രീതിയുണ്ടോ? ഭാരം നല്ലതായി തോന്നുന്നുവോ? നോക്കൂ, ബാബ്ദാദ ഓരോ കുട്ടിയെയും എന്താണ് പറയുന്നത്? ഓ എൻ്റെ നിശ്ചിന്ത ചക്രവർത്തി കുട്ടികളെ, അപ്പോൾ ഭാരത്തിൻ്റെ ചിന്ത ഉണ്ടായിരിക്കുന്നുവല്ലോ. ഭാരം എടുക്കുവാൻ ബാബ വന്നിരിക്കുകയാണ്. കാരണം 63 ജന്മമായി ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരം എടുത്തെടുത്ത് എല്ലാ കുട്ടികളും വളരെയധികം ഭാരിച്ചതായിരിക്കുകയാണ്. അതിനാൽ ഭാരം നൽകൂ എന്ന് ബാബ കുട്ടികളോട് സ്നേഹപൂർവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിരിക്കെ എന്നിട്ടും എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്? ഭാരം നല്ലതായി തോന്നുന്നുണ്ടോ? ഏറ്റവും സൂക്ഷ്മമായ ഭാരമാണ് പഴയ സംസ്കാരത്തിൻ്റേത്. ബാബ്ദാദ ഈ വർഷത്തെ, കാരണം വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഈ വർഷത്തെ ഓരോ കുട്ടിയുടെയും ചാർട്ട് നോക്കി. നിങ്ങൾ ഏവരും അവരവരുടെ വർഷത്തിൻ്റെ ചാർട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകുമോ? അപ്പോൾ ബാബ്ദാദ കണ്ടു പല കുട്ടികൾക്കും ഈ പഴയ ലോകത്തിൻ്റെ ആകർഷണം കുറഞ്ഞിട്ടുണ്ട്, പഴയ സംബന്ധങ്ങളുടെയും ആകർഷണം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പഴയ സംസ്കാരം, അതിൻ്റെ ഭാരം മെജോറിറ്റിയിലും അവശേഷിക്കുകയാണ്. ഏതെങ്കിലും രൂപത്തിൽ മനസ്സ അശുദ്ധ സങ്കല്പമില്ലെങ്കിലും വ്യർത്ഥ സങ്കല്പത്തിൻ്റെ സംസ്കാരം ഇപ്പോഴും പെർസെൻറ്റേജിൽ കാണപ്പെടുന്നു, വാചായിലും കാണപ്പെടുന്നു, സംബന്ധ സമ്പർക്കത്തിലും ഏതെങ്കിലുമൊക്കെ സംസ്കാരം ഇപ്പോഴും കാണപ്പെടുന്നു. അപ്പോൾ ഇന്ന് ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും ആശംസകളോടൊപ്പം ഈ സൂചന നൽകുന്നു. ഈ അവശേഷിക്കുന്ന സംസ്കാരം സമയത്തിന് ചതിക്കുകയും ചെയ്യുന്നു, അന്തിമത്തിലും ചതിക്കുന്നതിന് നിമിത്തമായി മാറും. അതിനാൽ ഇന്ന് സംസ്കാരത്തെ സംസ്കരിക്കൂ. ഓരോരുത്തരും തൻ്റെ സംസ്കാരത്തെ അറിയുന്നുമുണ്ട്, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്, മടുപ്പും ഉണ്ട്. എന്നാൽ സദാകാലത്തേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിൽ തീവ്ര പുരുഷാർത്ഥി അല്ല. പുരുഷാർത്ഥം ചെയ്യുന്നു, എന്നാൽ തീവ്ര പുരുഷാർത്ഥി അല്ല. കാരണം തീവ്ര പുരുഷാർത്ഥം എന്തുകൊണ്ട് ആകുന്നില്ല? കാരണം ഇതാണ്. ഏതുപോലെ രാവണനെ കൊല്ലുന്നുമുണ്ട്, പക്ഷേ കൊല്ലുക മാത്രമല്ല കത്തിക്കുകയും ചെയ്തു. ഇതേപോലെ കൊല്ലുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു. സംസ്കാരം അല്പം അബോധാവസ്ഥയിൽ ആവുകയും ചെയ്യുന്നു, എന്നാൽ കത്തിച്ചില്ല. അപ്പോൾ അബോധാവസ്ഥയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നു. ഇതിനുവേണ്ടി പഴയ സംസ്കാരത്തെ സംസ്കരിക്കുന്നതിനായി ഈ നവവർഷത്തിൽ യോഗ അഗ്നിയിലൂടെ കത്തിക്കുന്നതിൻ്റെ ദൃഢസങ്കല്പത്തിൻ്റെ അറ്റൻഷൻ വയ്ക്കൂ. ചോദിക്കാറുണ്ടല്ലോ, ഈ നവവർഷത്തിൽ എന്തു ചെയ്യണം? സേവനത്തിൻ്റെ കാര്യം വേറെയാണ്, എന്നാൽ ആദ്യം സ്വയം തൻ്റെ കാര്യമാണ്. യോഗം ചെയ്യുന്നുണ്ട്. ബാബ്ദാദ കുട്ടികൾ യോഗം അഭ്യസിക്കുന്നത് കാണുന്നുണ്ട്. അമൃതവേളയിലും വളരെയധികം പുരുഷാർത്ഥം ചെയ്യുന്നു. എന്നാൽ യോഗ തപത്തിൻ്റെ രൂപത്തിൽ ചെയ്യുന്നില്ല. സ്നേഹത്തോടെ തീർച്ചയായും ഓർമ്മിക്കുന്നു. ആത്മീയ സംഭാഷണവും വളരെയധികം ചെയ്യുന്നു. ശക്തിയും എടുക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യുന്നു. എന്നാൽ വിടവാങ്ങൂ എന്ന് സങ്കല്പിച്ചാൽ വിടവാങ്ങും വിധം ഓർമ്മയെ ഇത്രയും പവർഫുൾ ആക്കിയിട്ടില്ല. യോഗത്തെ യോഗാഗ്നിയുടെ രൂപത്തിൽ കാര്യത്തിൽ ഉപയോഗിക്കുന്നില്ല. അതിനാൽ യോഗത്തെ പവർഫുൾ ആക്കൂ. ഏകാഗ്രതയുടെ ശക്തി വിശേഷിച്ച് സംസ്കാരം ഭസ്മമാക്കുന്നതിൽ ആവശ്യമാണ്.
ഏത് സ്വരൂപത്തിൽ ഏകാഗ്രമാകാൻ ആഗ്രഹിക്കുന്നു, എത്ര സമയം ഏകാഗ്രമാകാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള ഏകാഗ്രത സങ്കൽപ്പിച്ചു ഭസ്മമായി. ഇതിനെയാണ് യോഗാഗ്നി എന്ന് പറയുന്നത്. പേരും അടയാളവും സമാപ്തം. കൊല്ലുമ്പോൾ പിന്നെയും ജഡം അവശേഷിക്കുന്നല്ലോ. ഭസ്മം ആയതിനു ശേഷം പേരോ അടയാളമോ സമാപ്തമായി. അപ്പോൾ ഈ വർഷം യോഗത്തെ പവർഫുൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരൂ. ഏത് സ്വരൂപത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് മാസ്റ്റർ സർവശക്തിവാൻ ഓർഡർ ചെയ്യൂ. സമാപ്തമാക്കുന്നതിൻ്റെ ശക്തി താങ്കളുടെ ഓർഡർ അംഗീകരിക്കാതിരിക്കുക അത് സംഭവ്യമല്ല. അധികാരിയാണ്, മാസ്റ്റർ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മാസ്റ്റർ ഓർഡർ ചെയ്യുകയും ശക്തി ഹാജരാവാതിരിക്കുകയും ആണെങ്കിൽ ആ ആൾ മാസ്റ്ററാണോ? അപ്പോൾ ബാബ്ദാദ ഇത് കണ്ടു. പഴയ സംസ്കാരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അംശം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആ അംശം ഇടയ്ക്കിടയ്ക്ക് വംശത്തെയും ജനിപ്പിക്കുന്നു. അതിലൂടെ അത് കർമ്മത്തിൻ്റെ തലം വരെയും എത്തിക്കുന്നു. യുദ്ധം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ബാബ്ദാദയ്ക്ക് സമയമനുസരിച്ച് കുട്ടികളുടെ യുദ്ധത്തിൻ്റെ സ്വരൂപം ഇഷ്ടമാകുന്നില്ല. ബാബ്ദാദ ഓരോ കുട്ടിയെയും അധികാരിയുടെ രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഓർഡർ ചെയ്യൂ, ശരി പ്രഭു എന്നാകണം. അപ്പോൾ കേട്ടുവോ, ഈ വർഷം സ്വയം തന്നെ പ്രതി എന്താണ് ചെയ്യേണ്ടത്? ശക്തിശാലി നിശ്ചിന്ത ചക്രവർത്തി. കാരണം എല്ലാവരുടെയും ലക്ഷ്യമാണ്. ആരോട് ചോദിച്ചാലും എന്താണ് പറയുന്നത്? നമ്മൾ വിശ്വത്തിൻ്റെ രാജ്യം പ്രാപ്തമാക്കും, രാജ്യാധികാരിയാകും. സ്വയം രാജയോഗി എന്ന് പറയുന്നു. പ്രജായോഗിയാണോ? മുഴുവൻ സഭയിലും പ്രജായോഗിയായ ആരെങ്കിലും ഉണ്ടോ? പ്രജായോഗിയായവർ രാജയോഗിയല്ല. ടീച്ചേഴ്സ് ആരാണ്? താങ്കളുടെ സെന്ററിൽ ഏതെങ്കിലും പ്രജായോഗി ഉണ്ടോ? എല്ലാവരും പറയുന്നത് രാജയോഗി എന്നാണ്. പ്രജായോഗി എന്നതിൽ കൈ ആരും ഉയർത്തുന്നില്ല. നല്ലതായി തോന്നുന്നില്ലല്ലോ. ബാബയ്ക്കും അഭിമാനമുണ്ട്. ബാബ്ദാദ അഭിമാനത്തോടെ പറയുന്നു, സംഗമത്തിൽ ഓരോരോ കുട്ടിയും രാജപുത്രനാണ്. ഒരു പിതാവിന് എൻ്റെ ഓരോരോ കുട്ടിയും രാജാവാണ് എന്ന് ഇങ്ങനെ അഭിമാനത്തോടെ പറയാൻ സാധിക്കില്ല. എന്നാൽ ബാബ്ദാദ പറയുന്നു, ഓരോ കുട്ടിയും സ്വരാജ്യ അധികാരിയായ രാജാവാണ്. പ്രജായോഗി എന്നതിൽ കൈ ഉയർത്തിയില്ലല്ലോ, അപ്പോൾ രാജാവാണല്ലോ. ഓർഡർ ചെയ്യുകയും വരാതിരിക്കുകയും ചെയ്യുന്ന വിധം അയഞ്ഞ രീതിയിലുള്ള രാജാവാകരുത്. ദുർബല രാജാവാകരുത്. പിന്നിലുള്ളവർ ആരാണോ രാജയോഗി എന്ന് മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തു. മുകളിലും ഇരിക്കുന്നു. ഗാലറിയിൽ ഇരുന്നു കൊണ്ട് കൈ വീശിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഹാളിൽ 18,000 സഹോദരി സഹോദരന്മാർ ഇരിക്കുന്നു. ബാബ്ദാദ കാണുകയാണ്. മുകളിലുള്ളവർ കൈ ഉയർത്തു. ഇപ്പോൾ ഇത് ലാസ്റ്റ് ടേണിൽ ആരംഭിക്കും. അപ്പോൾ 3 മാസം ബാബ്ദാദ നൽകുന്നു. തൃപ്തികരമാണോ? നൽകട്ടെ. ഹോംവർക്ക് നൽകും. കാരണം ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഹോംവർക്കും ലാസ്റ്റ് പേപ്പറിൽ ശേഖരിക്കപ്പെടും. അപ്പോൾ 3 മാസത്തിൽ ഓരോരുത്തരും തൻ്റെ ചാർട്ട് ചെക്ക് ചെയ്യണം. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായി. ഏതൊരു കർമ്മേന്ദ്രിയത്തെയും ഏതൊരു ശക്തിയെയും എപ്പോഴാണോ ഓർഡർ ചെയ്യുന്നത്, എന്താണോ ഓർഡർ ചെയ്യുന്നത്, അത് പ്രാക്ടിക്കലിൽ ഓർഡർ അംഗീകരിച്ചോ അതോ അംഗീകരിച്ചില്ലേ? ചെയ്യുവാൻ സാധിക്കുമോ? ആദ്യ ലൈനിലുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുമോ? കൈ ഉയർത്തൂ. ശരി. 3 മാസം ഒരു പഴയ സംസ്കാരവും യുദ്ധം ചെയ്യരുത്. അലക്ഷ്യരാകരുത്. നടന്നുകൊള്ളും എന്ന റോയൽ അലക്ഷ്യവും കൊണ്ടുവരരുത്. ബാബ്ദാദയോട് വളരെ മധുരമധുരമായി സംസാരിക്കുന്നു. പറയുന്നു, ബാബ അങ്ങ് ചിന്തിക്കാതിരിക്കൂ, നടന്നുകൊള്ളും. ബാബ്ദാദ എന്തു ചെയ്യും? കേട്ട് പുഞ്ചിരിക്കുന്നു. എന്നാൽ ബാബ്ദാദ ഈ 3 മാസത്തിൽ അഥവാ ഇങ്ങനെ സംസാരിച്ചുവെങ്കിൽ അംഗീകരിക്കില്ല. സമ്മതമാണെങ്കിൽ കൈ ഉയർത്തും. ഹൃദയം കൊണ്ട് കൈ ഉയർത്തണം.
സഭ കാരണം കൈ ഉയർത്തരുത്, ചെയ്യുക തന്നെ വേണം. എന്തു തന്നെ സഹിക്കേണ്ടി വന്നാലും, എന്ത് ഉപേക്ഷിക്കേണ്ടി വന്നാലും ഒരു കുഴപ്പവുമില്ല, ചെയ്യുക തന്നെ വേണം. ഉറപ്പാണോ? 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 ടീച്ചേഴ്സ്, ചെയ്യണമോ? ശരി. ഈ കിരീടധാരികളായ കുട്ടികൾ എന്തു ചെയ്യും? ചെറിയ കുട്ടികൾ കിരീടം അണിഞ്ഞ് മുന്നിലിരിക്കുകയാണ്. നല്ല കിരീടം അണിഞ്ഞിരിക്കുകയാണല്ലോ, ചെയ്യേണ്ടി വരും. ശരി, നോക്കണം. കുട്ടികൾ കൈ ഉയർത്തുകയാണ്. അഥവാ ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും? അതും പറയൂ. പിന്നെ ബാബ്ദാദയുടെ സീസണിൽ ഒരു തവണ വരാൻ അനുവദിക്കില്ല. കാരണം ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം താങ്കളെ കാത്തിരിക്കുകയാണ്. താങ്കൾ സമയത്തെ കാത്തിരിക്കുന്നവരല്ല, താങ്കൾ ഒരുക്കങ്ങൾ ചെയ്യുന്നവരാണ്. സമയം താങ്കളെ കാത്തിരിക്കുകയാണ്. പ്രകൃതിയും അഥവാ സദോപ്രധാന പ്രകൃതി താങ്കളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 മാസത്തിൽ തൻ്റെ ശക്തിശാലി സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് സംസ്കാരത്തെ പരിവർത്തനപ്പെടുത്തണം. അഥവാ 3 മാസം അറ്റൻഷൻ വയ്ക്കുകയാണെങ്കിൽ അതിനുശേഷവും അഭ്യാസമായി കൊള്ളും. ഒരു തവണ പരിവർത്തനത്തിൻ്റെ വിധി വന്നുവെങ്കിൽ വളരെയധികം ഉപയോഗത്തിൽ വരും. താങ്കൾ സമയത്തെ കാത്തിരിക്കരുത്. എപ്പോൾ വിനാശമുണ്ടാകും, എപ്പോൾ വിനാശം ഉണ്ടാകും. എല്ലാവരും ആത്മീയ സംഭാഷണത്തിൽ ചോദിക്കുന്നു. പുറമേ പറയുന്നില്ല, എന്നാൽ ഉള്ളിൽ സംസാരിക്കുന്നു. എപ്പോൾ വിനാശമുണ്ടാകും എന്ന് അറിയില്ല. 2 വർഷത്തിനുള്ളിൽ ഉണ്ടാകുമോ? 10 വർഷത്തിനുള്ളിൽ ഉണ്ടാകുമോ? എത്ര വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്നല്ല. താങ്കൾ എന്തുകൊണ്ട് സമയത്തെ കാത്തിരിക്കണം? സമയം താങ്കളെ കാത്തിരിക്കുകയാണ്. ബാബയോട് ചോദിക്കുന്നു, തീയതി പറഞ്ഞു തരൂ, ഒരൽപ്പം വർഷം പറഞ്ഞു തരൂ. 10 വർഷം എടുക്കുമോ? 20 വർഷം എടുക്കുമോ? എത്ര വർഷം എടുക്കും? ബാബ്ദാദ കുട്ടികളോട് ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾ ഏവരും ബാബ് സമാൻ ആയി കഴിഞ്ഞുവോ? തിരശീല മാറ്റട്ടെ? അതോ തിരശീല മാറ്റുമ്പോൾ ചിലർ മുടി ചെയ്യിക്കൊണ്ടിരിക്കുന്നു, ചിലർ ഫേസിൽ ക്രീം പുരട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാകുമോ? അഥവാ എവർ റെഡിയായി സംസ്കാരം സമാപ്തമാക്കിയെങ്കിൽ ബാബ്ദാദയ്ക്ക് തിരശീല തുറക്കുന്നതിന് എന്ത് താമസമാണ് എടുക്കുക? എവർ റെഡിയായി മാറൂ. ആയിക്കൊള്ളും ആയിക്കൊള്ളും എന്ന് പറഞ്ഞ് ബാബയെ വളരെയധികം സമയം സന്തോഷിപ്പിച്ചു. ഇപ്പോൾ ഇങ്ങനെ ചെയ്യരുത്, നടക്കുക തന്നെ വേണം, ചെയ്യുക തന്നെ വേണം. ബാബയ്ക്ക് സമാനമാകണം. ഇതിൽ എല്ലാവരും കൈ ഉയർത്തുന്നു. ഉയർത്തേണ്ട ആവശ്യമേ ഇല്ല. ബ്രഹ്മബാബയെ നോക്കൂ. സാകാരത്തിൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യണമല്ലോ. ബ്രഹ്മബാബ ത്യാഗവും തപസ്യയും സേവനവും ലാസ്റ്റ് നിമിഷം വരെ സാകാര രൂപത്തിൽ പ്രാക്ടിക്കലിൽ കാണിച്ചു. തൻ്റെ ഡ്യൂട്ടി ശിവ് ബാബയിലൂടെ മഹാവാക്യങ്ങൾ ഉച്ചരിക്കുന്നതിൻ്റെ ഡ്യൂട്ടി ലാസ്റ്റ് ദിവസം വരെയും നിറവേറ്റി. ലാസ്റ്റ് മുരളി ഓർമ്മയുണ്ടല്ലോ? 3 ശബ്ദങ്ങളുടെ വരദാനം ഓർമ്മയുണ്ടോ? മുന്നിലുള്ളവർ പറഞ്ഞു, നിരാകാരി, നിർവികാരി, നിരഹങ്കാരിയാകൂ. ആർക്ക് ഓർമ്മയുണ്ടോ അവർ കൈ ഉയർത്തൂ. ശരി, എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആശംസകൾ. ത്യാഗവും ലാസ്റ്റ് ദിവസം വരെ ചെയ്തു. തൻ്റെ പഴയ മുറി ഉപേക്ഷിച്ചില്ല. കുട്ടികൾ എത്ര സ്നേഹത്തോടെ ബ്രഹ്മബാബയോട് പറഞ്ഞു. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്, സ്വയം യൂസ് ചെയ്തില്ല. സദാ 2:30-3 മണിക്ക് എഴുന്നേറ്റ് സ്വയം പ്രതി തപസ്യ ചെയ്തു. സംസ്കാരം ഭസ്മമാക്കി. അപ്പോൾ കർമാതീതവും അവ്യക്തവുമായി ഫരിസ്തയായി. എന്ത് ചിന്തിച്ചുവോ അത് ചെയ്തു കാണിച്ചു. പറയുന്നത്, ചിന്തിക്കുന്നത്, ചെയ്യുന്നത് 3ഉം സമാനം. ഫോളോ ഫാദർ. ലാസ്റ്റ് വരെയും തൻ്റെ കർത്തവ്യത്തിൽ പൂർണ്ണമായും ഇരുന്നു. കത്തും എഴുതി. എത്ര കത്തുകൾ എഴുതി? സേവനവും ഉപേക്ഷിച്ചില്ല. ഫോളോ ഫാദർ. അഖണ്ഡ മഹാദാനി. മഹാദാനിയല്ല, അഖണ്ഡ മഹാദാനിയുടെ പ്രാക്ടിക്കൽ രൂപം കാണിച്ചു. അവസാനം വരെ, ലാസ്റ്റ് വരെയും ആധാരം ഇല്ലാതെ തപസ്വി രൂപത്തിൽ ഇരുന്നു. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഇരിക്കുന്നതിനായി ആധാരം എടുക്കുന്നുണ്ടല്ലോ.
എന്നാൽ ബ്രഹ്മബാബ ആദ്യം മുതൽ അന്തിമം വരെ തപസ്വി രൂപം നിലനിർത്തി. കണ്ണുകളിൽ കണ്ണട ധരിച്ചില്ല. ഇത് സൂക്ഷ്മശക്തിയാണ്, നിരാധാരം. ശരീരം പഴയതാണ്. ദിനം പ്രതിദിനം പ്രകൃതിയും വായുവും ജലവും ദൂഷിതമായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ്ദാദ താങ്കളോട് ഇങ്ങനെ പറയുന്നില്ല, അതായത് എന്തിന് ആധാരമെടുക്കുന്നു, എന്തിന് കണ്ണട ധരിക്കുന്നു. ധരിച്ചുകൊള്ളൂ. എന്നാൽ ശക്തിശാലി സ്ഥിതി തീർച്ചയായും ഉണ്ടാക്കൂ. മുഴുവൻ വിശ്വത്തിൻ്റെയും കാര്യം സമാപ്തമാക്കിയോ? ബാബ്ദാദ താങ്കളോട് ചോദ്യം ചോദിക്കുന്നു. താങ്കൾ ഏവരും വിശ്വമംഗളത്തിൻ്റെ കാര്യം പൂർത്തിയായി കഴിഞ്ഞു എന്ന് സന്തുഷ്ടമാണോ? വിശ്വമംഗളത്തിൻ്റെ കാര്യം സമാപ്തമായി കഴിഞ്ഞു എന്നാര് മനസ്സിലാക്കുന്നു? അവർ കൈ ഉയർത്തു. ഒരാൾ പോലും ഇല്ലേ? അപ്പോൾ വിനാശമുണ്ടാകും എന്നെങ്ങനെയാണ് പറയുന്നത്? കാര്യം പൂർത്തിയാക്കിയിട്ടില്ല. ശരി. 4 ഭാഗത്തുമുള്ള സദാ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, സദാ ധൈര്യത്തോടെ ബാബ്ദാദയുടെ കോടി മടങ്ങ് സഹായത്തിന് പാത്രമാകുന്ന കുട്ടികൾക്ക് സദാ വിജയീ രത്നമാണ്. ഓരോ കൽപ്പത്തിലും വിജയിയായിരുന്നു, ഇപ്പോഴുമാണ്, ഓരോ കൽപ്പത്തിലും വിജയി തന്നെയാണ്. ഇങ്ങനെയുള്ള വിജയീ കുട്ടികൾക്ക് സദാ ഒരു ബാബ, രണ്ടാമതാരുമില്ല. ലോകത്തിൻ്റെ ആകർഷണവുമില്ല, സംസ്കാരത്തിൻ്റെ ആകർഷണവുമില്ല. 2 ആകർഷണത്തിൽ നിന്നും മുക്തമായിരിക്കുന്നവർക്ക്, സദാ ബാബയ്ക്ക് സമാനമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. സദാകാലത്തെ അറ്റൻഷനിലൂടെ വിജയമാലയിൽ കോർക്കപ്പെടുന്ന വളരെ കാലത്തെ വിജയിയായി ഭവിക്കട്ടെ. വളരെ കാലത്തെ വിജയി വിജയമാലയിലെ മണിയാകുന്നു. വിജയി ആകുന്നതിന് വേണ്ടി സദാ ബാബയെ മുന്നിൽ വയ്ക്കൂ. എന്താണോ ബാബ ചെയ്തത് അത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓരോ ചുവടിലും എന്താണോ ബാബയുടെ സങ്കല്പം അത് തന്നെയാണ് കുട്ടികളുടെ സങ്കല്പം. എന്താണോ ബാബയുടെ വാക്കുകൾ അത് തന്നെയാണ് കുട്ടികളുടെ വാക്കുകൾ. അപ്പോൾ വിജയിയാകും. ഈ അറ്റൻഷൻ സദാകാലത്തേക്ക് ആവശ്യമാണ്. അപ്പോൾ സദാകാലത്തിൻ്റെ രാജ്യഭാഗ്യം പ്രാപ്തമാകും. കാരണം എങ്ങനെയുള്ള പുരുഷാർത്ഥമാണോ അങ്ങനെയുള്ള പ്രാപ്തിയാണ്. സദാ ഉള്ള പുരുഷാർത്ഥമുണ്ടെങ്കിൽ സദാ ഉള്ള രാജ്യഭാഗ്യമുണ്ട്. സ്ലോഗൻ. സേവനത്തിൽ സദാ ജി ഹാജരാണ് എന്ന് പറയുന്നത് തന്നെയാണ് സ്നേഹത്തിൻ്റെ സത്യമായ തെളിവ്. അവ്യക്ത സൂചന. ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. ഏതുപോലെ ഏതെങ്കിലും വ്യക്തി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ സ്വയം തൻ്റെ സാക്ഷാത്കാരം കാണുന്നു. അതേപോലെ താങ്കളുടെ ആത്മീയ സ്ഥിതിയുടെയും ശക്തിരൂപേ ദർപ്പണത്തിൻ്റെയും മുന്നിൽ ഏതൊരു ആത്മാവ് വന്നാലും അവർ 1 സെക്കൻഡിൽ സ്വന്തം സ്വരൂപത്തിൻ്റെ ദർശനവും സാക്ഷാത്കാരവും ചെയ്യണം. താങ്കളുടെ ഓരോ കർമ്മത്തിലും ഓരോ പെരുമാറ്റത്തിലും ആത്മീയതയുടെ അട്രാക്ഷൻ ഉണ്ടാകണം. ആരാണോ സ്വച്ഛവും ആത്മീയ ബലവും ഉള്ള ആത്മാക്കൾ അവർ എല്ലാവരെയും തൻ്റെ നേർക്ക് തീർച്ചയായും ആകർഷിക്കുന്നു. ഓം ശാന്തി. മനസ്സാ സേവനത്തിൻ്റെ അഭ്യാസം. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ എത്തിച്ചേർത്ത് അനുപമമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ
ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തിദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ.